തീ പിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കോട്ടയത്തെ ഒരു ദമ്പതികൾ, അദ്ദേഹം ഈ ചുമട്ട് തൊഴിലാളികൾക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ അവരിൽ ഒരാളായിട്ട് മാറി മറ്റൊരു ചുമട്ട് തൊഴിലാളിയായി, അങ്ങനെ അവിടുത്തെ യൂണിയൻ നേതാവായി, ദൈവത്തിൻ്റെ സഹായത്താൽ നിരന്തരമായി കർത്താവിനോടുള്ള പ്രാർത്ഥനയിലും സഹജീവികളോടുള്ള സ്നേഹത്തിലും ഒക്കെ അങ്ങനെ ആ യൂണിയൻ രംഗത്തുണ്ടായിരുന്ന തർക്കങ്ങളും സംഘടനകളും എല്ലാം ഒഴിവാക്കി അവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിച്ച കഥ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. ഈ ആഴ്ച നമ്മൾ അവരുടെ ജീവിതാനുഭവങ്ങളുടെ ഒരു തുടർച്ച കേൾക്കുകയാണ്. വളരെ ത്രില്ലടിപ്പിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഒരുപാട് വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിലുള്ള വ്യക്തികളോട് പോയി ഒരുപക്ഷെ ജീവൻ പണയം വെച്ചു പോലും, അങ്ങനെ പോലും പോയി സുവിശേഷം പറഞ്ഞ് അവരെ കർത്താവിന് വേണ്ടി നേടിയ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം. ഒരിക്കൽ കൂടെ സ്വാഗതം. ഇങ്ങനെയുള്ള സുവിശേഷ വേല ഈ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇപ്പം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ അനാഥരാക്കപ്പെട്ട് നടക്കുന്ന അങ്ങനെയുള്ള മനുഷ്യരോട് പോയി സുവിശേഷം പറയുക, അതുപോലെ തന്നെ ഈ ഗലികളിൽ, കോളനികളിൽ അവിടെയുള്ളവരോട് പോയി സുവിശേഷം പറയുക, ജയിൽ പുള്ളികളോട്. ഇത് അവരുടെ നമ്മളോടുള്ള കാഴ്ചപ്പാട് പോലും ഒരുപക്ഷെ നമ്മൾ അവരോട് സുവിശേഷം പറയാനായിട്ട് ചെല്ലുമ്പോൾ നമ്മളെ അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ ഇത് വളരെ റിസ്ക് ഉള്ളൊരു പരിപാടിയാണ് ശരിക്കും. അങ്ങനെയൊക്കെയുള്ള ധാരാളം സന്ദർഭങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഒരുപാട് കാര്യം. ഞങ്ങൾ ഈ കരിസ്മാറ്റിക്കാരായ ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ പഠിച്ചു. ഓരോ കരിസ്മാറ്റിക് ശുശ്രൂഷകളെയും നല്ലതായിട്ട് വചനം പ്രവേശിക്കുന്ന സഹോദരങ്ങളെ അവരെ ഞാൻ നന്നായിട്ട് വിശകലനം ചെയ്തു, പഠിച്ചു. അങ്ങനെ ഓരോരുത്തർ നോക്കി വന്നപ്പോഴത്തേക്ക് ഈ ശുശ്രൂഷ സഭ, ഈ കത്തോലിക്ക സഭയുടെ ഈ വലിയ മനോഹരമായ ഈ വിവിധങ്ങളായ മിനിസ്ട്രികൾ അതെല്ലാം നല്ലത് തന്നെയാണ്, ശ്രേഷ്ഠവുമാണ്. പക്ഷെ ഞങ്ങൾ കണ്ടത് ഈ പറയപ്പെടുന്ന പോലെ ഈ കുറ്റിക്കരച്ചം പോകുന്ന വഴി, അല്ലെങ്കിൽ ഈ ജയിൽ മിനിസ്ട്രിയിലെ വൈദികര് ചൂണ്ടിക്കാണിക്കുന്ന വഴി, ഇതൊക്കെ ഒത്തിരി അതിനധികം ആളുകളില്ല. കാരണം നമുക്കറിയാം സഭയുടെ മുഴുവൻ ശക്തി ആത്മാരിലാണ്. ഒരു 1% സംതിങ്ങോളം നമ്മൾ ഈ സന്യസ്തരുണ്ട്. അപ്പം ഈ സന്യസ്തരെ സഹായിക്കുക എന്നുള്ളത് മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും കടമയാണ്, നമുക്കറിയാം. അപ്പൊ ആ ഒരു ബോധ്യത്തോടു കൂടി ചിന്തിച്ചു വരുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ പോലെ ഈ വൈദ്യരും അടിച്ചേരുന്ന ജയിൽ മിനിസ്ട്രിയും ഈ പറഞ്ഞ കുറ്റിക്കരച്ചൻ കെട്ടിപ്പിടിക്കുന്ന തിരുവി കിടക്കുന്ന ഈ മദർ തെരേസ അമ്മയുടെ പാതയാണ് കുറ്റിക്കരച്ചൻ പിന്തുടർന്നത്. അപ്പൊ ഈ മേഖലയൊക്കെ ഒത്തിരി ആകർഷണീയമായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഇവിടെ അധികം അത് നിങ്ങളുടെ വിളി അങ്ങനെ ആയതുകൊണ്ടാണ്. മദർ തെരേസ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള ആദര ശുശ്രൂഷ ചെയ്യുന്നു എന്ന് കണ്ട് എല്ലാ കോൺവെന്റുകളിലെ മഠങ്ങളിലുള്ള സിസ്റ്റർമാര് അവരവരുടെ ജോലിയും കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് വരണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളുണ്ട്. ദൈവം ഓരോരുത്തരെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്നത്. ചിലരെ സ്കൂളിൽ പഠിപ്പിക്കാനായിരിക്കും, ചില ആശുപത്രികളിൽ സേവനം ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ മറ്റു പല മേഖലകളിലായിരിക്കും. ഇപ്പം ഇതുപോലെയുള്ള ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് അതിനുള്ള ഒരു വിളി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനോട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കി ഇവിടെ ആളുകൾ കുറവാണ്. ഈ പറഞ്ഞ ജയിലിൽ പോകുന്ന മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സിസ്റ്റേഴ്സും അച്ഛന്മാരും വളരെ ചുരുക്കം, അവരും ഒത്തിരി ത്യാഗം വരുന്ന അവിടെ പോകും. കാരണം നമ്മുടെ ജയിലിലോട്ട് ചുമ്മാ കയറി ചെല്ലാൻ പറ്റത്തില്ല. കാരണം അതിനൊത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങണം. രണ്ടാമത് അവരുടെ പെർമിഷൻ വേണം, അവരുടെ ടൈം അലോട്ട് ചെയ്ത് വാങ്ങണം, ഷെഡ്യൂൾ ചെയ്യണം. അവിടെ എന്തെങ്കിലും പ്രോഗ്രാം വന്നാൽ നമ്മുടെ ഈ പ്രോഗ്രാം അവർ മാറ്റി വെക്കും. അപ്പൊ അതുകൊണ്ട് വളരെ സഹനവും സഹിഷ്ണുതയും വേണ്ട ഒരു മിനിസ്ട്രിയാണ് ജയിൽ മിനിസ്ട്രി. അപ്പൊ ഞങ്ങളതിന്റെ കോർഡിനേറ്റർ ആയി കഴിച്ചപ്പോ എനിക്കുള്ള ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത് എന്റെ ജീവിത പങ്കാളി ഈ കൊള്ളക്കാരുടെ അടുത്ത് പോകുമ്പോഴും കൂടെ വരും, ജയിലിനകത്ത് പോകുമ്പോഴും അവിടെയും കൂടെ വരും. അവിടെ റിലീസ് ചെയ്യുമ്പോൾ അവരുടെ വീട്ടിൽ പോകുമ്പോൾ ഈ കൊള്ളക്കാരുടെ ഈ കൊള്ള നടത്തുന്ന കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും പോക്കറ്റടിക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവരുടെ അടുത്ത് തേടിച്ചെല്ലുന്നത്. അപ്പൊ അവര് കൂടുതലും അവരുടെ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള കോളനികളെ അല്ലെങ്കിൽ ചെറിയ മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരാണ്. അവരപ്പോ അതുകൊണ്ട് അവരുടെയൊക്കെ വീടുകളിലേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ചെല്ലുക. അതിന്റെ ഇത്ര ശക്തമായ ഒരു പിന്തുണ കൊടുക്കാനുള്ള കാരണം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ ഇവര് പലപ്പോഴും നമ്മൾ ധ്യാനിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുന്ന സമയത്ത് ഇവര് ഭയങ്കരമായിട്ട് കരയുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ അവര് തന്നെ ചിലർ പറയുന്നത് പോലെ വീട്ടിൽ പോയി കാണാവോ, ഭാര്യയും കുടുംബത്തെ ഒന്ന് പോയി കാണാവോ, അവര് വലിയ കഷ്ടത്തിലാന്നെല്ലാം പറയുമ്പോൾ ഞങ്ങൾ പോകാറുണ്ട്. പോയി അവരുടെ വിഷമവും വേദനയും എല്ലാം കേൾക്കുമ്പോൾ
ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്ന ഓരോ അനുഭവങ്ങളാണ്. നമ്മൾ പക്ഷേ ഈ വീടുകളിലുള്ളവർ തികച്ചും നിരപരാധികളാണ്, വെറും പാവങ്ങളുമാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങള് അങ്ങനെയാ. അങ്ങനെ ഓരോ സാഹചര്യത്തിൽ പെട്ടുപോകുന്നത്. ഇപ്പം തന്നെ കോളനിയിലുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോ അല്ല 1 മണിക്കൂറോ തികച്ചവരെ വരയ്ക്കാതിരിക്കത്തില്ല. കോട്ടയത്ത് കുമാരനല്ലൂർ കോളനിയുണ്ട്, പാറേക്കോലെ കോളനിയുണ്ട്, നാഗമ്പടം കോളനിയുണ്ട്, കൊശമറ്റം കോളനിയുണ്ട്, ഒരുപാട് കോളനികളുണ്ട്. അപ്പം നമുക്ക് തന്നെ ചിന്തിച്ചെടുക്കാൻ പറ്റും ആ സാഹചര്യത്തിൽ കഴിയുന്ന ഒരു കുഞ്ഞുങ്ങളെ. അപ്പൊ ശരിക്കും ഞങ്ങൾ അവിടെ പ്രാർത്ഥന നടത്തുകയും അവരെ നല്ല രീതിയിൽ പോയി പറയുകയും അവരോട് സ്നേഹമായിട്ട്, അതായത് അവരുടെ വിഷമങ്ങളും വേദനകളും കേൾക്കുമ്പോൾ നമുക്കറിയാതെ അവരിൽ നമ്മളിൽ ഒരുവനെ പോലെ നമ്മൾ അവരെ കാണും. സത്യത്തിൽ മനുഷ്യത്വവും കരുണയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മള് പിന്നെ അവരുടെ കാര്യത്തിൽ ഓർത്തിരുന്നു അവരെ സഹായിക്കുകയും അങ്ങനെ നമുക്ക് സഹായിക്കാൻ തോന്നും. പുറത്തിറങ്ങുമ്പോ വീണ്ടും നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? ഞങ്ങൾ ജയിലിൽ പോയി നമ്മൾ മിനിസ്ട്രി നടത്തണം. ജയിലിൽ പോയി നമ്മൾ ഒന്ന് പരിശുദ്ധ കുർബാന ഉണ്ട്, അത് നമ്മൾ കത്തോലിക്കരായ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയുള്ളവർ മാത്രം. പിന്നീട് വചനപ്രമാണ സമയത്ത് ഓരോ മാസവും ഞങ്ങൾ ഇറങ്ങിയ നേരം പറയും, നിങ്ങൾ ഈ ജയിലിൽ നിന്ന് റിലീസ് ആകുമ്പോൾ നിങ്ങൾ പതിവ് കുറ്റവാളികളാണെങ്കിൽ അവരുടെ നിങ്ങളുടെ കുറ്റകൃത്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ തെറ്റായ വഴികളിൽ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് മാറി ഒരു നല്ല ജീവിതം നയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നാമടം പാല അക്കരെ വന്ന് ഞങ്ങളുടെ വീട് ചോദിച്ചാൽ മതി, സൂപ്രണ്ട് എന്റെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് എപ്പോഴും വരാൻ പറയും. അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നവര് ഞങ്ങളുടെ വീട്ടിൽ വരും. കുറ്റിന്ന് വരുന്നവര് പറയും, അല്ലെ മാറ്റിന്ന് പറയും. ഞാൻ മാറ്റിന്നാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജയിലിൽ നിന്ന്, അല്ലെ ഞാൻ കുറ്റിന്നാന്ന് പറഞ്ഞാൽ ആർക്കും വേറെ ആർക്കും മനസ്സിലാവും. കുറ്റി മാറ്റി എന്ന് ഒരാൾ കോഡ് ഭാഷ അവർക്ക് ഒരുപാട് 120 കോഡ് ഭാഷ ജയിലിൽ നിന്ന് വരുന്ന നമ്മൾ മനസ്സിലാക്കും. അത് ഞങ്ങൾ ഇവരുടെ കൂടെ ഇത്രയും വർഷങ്ങൾ നടന്ന് മനസ്സിലാക്കി എടുത്ത ഓരോ ഇതാ. ഇവരുടെ ഇടയിൽ ലാംഗ്വേജ് തന്നെയുണ്ട്. അത് ഒരു ലോകത്ത് ജയിലിൽ നിന്ന് വിട്ടു എന്ന് പറയുന്നത് എന്താ ഭാഷ ഉപയോഗിക്കുന്നത്? അത് റിലീസ് തന്നെയാണ്. മറ്റേ 120 കോഡ് ഭാഷയുണ്ട്. കിറുക്കൻ എന്ന് പറഞ്ഞാൽ പോലീസുകാരനാണ്, കിറുക്കൻകോട്ട എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ, കിറുക്കൻ കാടി എന്ന് പറഞ്ഞാൽ പോലീസ് വണ്ടി. ജയിൽ പുള്ളികൾ പോലീസുകാരെ കിറുക്കൻ വിളിക്കുന്നത്. കിറുക്കൻ അത് പൊതുവെയുള്ള പേര്. പക്ഷേ കിറുക്കൻ കാടി പോലീസ് വണ്ടി, കിറുക്കൻ കോട്ട എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ, കുറ്റി മാറ്റി എന്ന് പറഞ്ഞാൽ ജയിൽ. അവരെ കുറ്റിക്കായിട്ട് അടയ്ക്കുക, അവരെ ഖജനാ കുറ്റിയില്ല അടയ്ക്കുകയാണ്. അവർക്ക് കിറുക്കായിട്ട് അവർ പിടിച്ചിരുന്നത്. അങ്ങനെ 120 കോഡ് ഭാഷ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മിനിച്ചിലാറ് ഓർമ്മ പുസ്തകത്തിൽ 39 അധ്യായം ഇതാണ്. ഒരു വലിയ പോലീസ് ഓഫീസർക്ക് ഈ പുസ്തകം കൊടുത്തപ്പോ ഒരു ഹയർ ഓഫീഷ്യലാ, അതെന്നോട് ചോദിച്ചു എനിക്ക് ഈ അധ്യായം തരാമോ, പോലീസുകാർ ക്ലാസ് എടുക്കാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറായിട്ട് ചോദിച്ചിട്ട് പറയും, കെ സാറാണ് ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ, ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ പുള്ളി എന്നെ വിളിച്ചുമില്ല. നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരു കാര്യം പറയട്ടെ. ഈ ജോളി ബ്രദർ ഒരു വലിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മീനച്ചിലാറും ഓർമ്മകളും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഓഫീസിൽ മുതൽ അനേക വിദേശ രാജ്യങ്ങളിൽ പോലും പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ഓഫീസുകളിലൊക്കെ ഈ പുസ്തകം എത്തിയിട്ടുണ്ട്. പല നേതാക്കന്മാരും ഒക്കെ അത് വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പുസ്തകത്തിൽ ജീവിതാനുഭവങ്ങളൊക്കെ കുറിച്ചു വെക്കണം എന്ന് അത് ആരാ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തന്നെ? അങ്ങനെ അതായത് ഞങ്ങൾ ഇത് അറിയാം, നമുക്കിത് പുസ്തകം നല്ല എഴുതണമെന്ന് 5-8 വർഷമായിട്ട് ആഗ്രഹിച്ചു. ഒരു തവണ എഴുതിയിട്ട് ഞാനത് പരിശീലി കളഞ്ഞ. പിന്നെ ഒരിക്കൽ ബെഞ്ചമിൻ ഫ്രാങ്കിൽ നിന്ന് മഹാനായ ഒരിക്കലും ഒരു വാട്സാപ്പ് മെസ്സേജ് കണ്ടു, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് നിങ്ങൾ കുറിച്ചു വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കുറിച്ചു വെക്കാൻ വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് കണ്ടു. അപ്പൊ അത് ഇങ്ങനെ ഒരു മെസ്സേജ് ബെഞ്ചമിൻ ഫ്രാങ്കിൽ ആരാന്നും എനിക്കറിയില്ല. അപ്പൊ ഇതെനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നെ. അപ്പൊ ഞാൻ അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ നിമ്മയോട് പറഞ്ഞു, ഇങ്ങനെ മെസ്സേജ് ഉണ്ട്, എന്നാ പിന്നെ നമുക്കെന്നാ ഓർത്തിരുന്ന് എഴുതിയാലുണ്ട്. അങ്ങനെ നിമ്മിയോട് പറഞ്ഞു എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം 3 വർഷം എടുത്തു. ഇത് ഓർമ്മകളിൽ മുഴുവൻ എഴുതിയത്. ഞങ്ങൾ അങ്ങനെ വെളിയിൽ വരാറില്ല, ഞങ്ങളെപ്പോഴും വലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ ഒളിവ് സുവിശേഷമായി ചെയ്യുന്നത്. ഇപ്പം നമ്മള് ഗുണ്ടകളെ ഇത് തന്നെ ഒരു വലിയ കാറ്റഗറി, ഗുണ്ട, പിടിച്ചുപറിക്കാര്, പോക്കറ്റടി, ആക്രമണം, അങ്ങനെ ഈ കള്ളന്മാര് തന്നെ പല ഡിവിഷൻസാണ്. അതുപോലെ തന്നെ പിടിച്ചുപറിക്കാര്, അതുപോലെ അത് തന്നെ വേറെ ഡിവിഷനാണ്. അതുപോലെ ഈ കുറ്റവാളികളുടെ നേച്ചർ, അത് ഇവരുടെ കൂടെ നമ്മൾ ഇടപഴകി കഴിയുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് ഞങ്ങളെന്ന് കാണുന്ന ഒരു സമയം വരും. അപ്പോഴേ അവർ ഹൃദയം തുറക്കും.
ഒരാളെ കൊണ്ട് നടക്കുന്നു പറഞ്ഞാൽ 3-4 വർഷമൊക്കെ നമ്മൾ കൂടെ കൊണ്ട് നടക്കണം. അല്ലാതെ ചുമ്മാ ഒരു ജ്ഞാനം ഇല്ല ഉണ്ടാകത്തില്ല. പിന്നെ അവരെ വീട്ടിൽ ചെല്ലുക, അവരുടെ കൂടെ ഒപ്പം ഇരിക്കുക, അവരുടെ ഇന്ന് ഭക്ഷണം പിടിച്ചു കഴിക്കുക. അവരിൽ ഒരുവനെ പോലെ ആയെങ്കിൽ മാത്രമേ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം പറയും. അപ്പം ശരിക്കും പറയാൻ നമ്മൾ അവരുടെ വിഷമങ്ങളും വേദനകളും കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗവും ആകും സത്യത്തിൽ. അതായതിന്റെ സത്യം. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊരിക്കലും റിട്ടേൺ വരാൻ പറ്റത്തില്ല. നമ്മളങ്ങ് ആയി തീരും അവരോടൊപ്പം. അവരുടെ വേദന, സങ്കടം, കഷ്ടപ്പാടും നമ്മുടെ മുമ്പിൽ ഇറക്കി വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്രിസ്ത്യാനിക്ക്, അതായത് ചങ്കിലെ ചോര തന്ന് ഓരോ ദിവസവും നമ്മളെ ശക്തിപ്പെടുന്ന ഈശോയുടെ കരുണകാരൻ നമ്മളോട് ആയിരിക്കും, നമുക്കറിയാലോ. അപ്പൊ നമുക്കിത് കണ്ടിട്ട് അതോടെ ഈശോയുടെ വചനത്തോട് ചേർന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കരുണ കാണിക്കുന്ന ഈശോ പറഞ്ഞു. ഈ പുസ്തകത്തില് എനിക്ക് വളരെ രസകരമായ ഒരു കാര്യം എനിക്ക് തോന്നിയത്, അതിന്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അങ്ങ് ഈ ധ്യാനമൊക്കെ ഡിവൈനിൽ പോയി കൂടുന്നതിനും ഒക്കെ മുമ്പ് ഷാപ്പിൽ കള്ളുകുടിക്കാൻ പോയപ്പോ അവിടെ കള്ളുകുടിയന്മാരിരുന്ന് ഏതോ ഒരു ആത്മീയ ഗീതം അവര് ആലപിക്കുന്നത് കേട്ടു. അപ്പൊ അതിലെ വരികള് അങ്ങേ ഒത്തിരി സ്പർശിക്കുകയും ആ വരികള് അത് ആരാണ് എഴുതിയതിൽ, അല്ലെങ്കിൽ അതിന്റെ ബാക്കി വരികളൊക്കെ എന്താണ് എന്നുള്ള ഒരു അന്വേഷണം ഉണ്ടായിരുന്നു പറഞ്ഞു. വാസ്തവത്തില് അങ്ങയുടെ ഈ പുതിയ ജീവിതത്തിന്റെ എല്ലാം തുടക്കം, ഒരു വിത്ത് വീണത് അന്ന് ആ കള്ളുഷാപ്പിലായിരുന്നു. ശരിയല്ലേ? അത് ഏത് പാട്ടാ കേട്ടത്? അങ്ങ് പറഞ്ഞ പോലെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ തെത്തുകൾ വാങ്ങി തരാന്ന് പറഞ്ഞു എന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിനടുത്തുള്ള തൊണ്ണംകുഴി ഷാപ്പിൽ കുട്ടി. ഞാൻ കള്ളുകുടിയൊന്നുമല്ല. അപ്പം പുള്ളി ഞാൻ വീണത്തിൽ വന്നിട്ടുമില്ല. നല്ലതാ, തെത്തുകളെ വാങ്ങി തരാന്ന് പറഞ്ഞു. 2 ഗ്ലാസ് കള്ളു കുടിക്കാന്ന് പറഞ്ഞു പോയി. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചെന്നു. പുള്ളി ഒരു മിമിക്രിക്കാരൻ, രസികനാണ്. അപ്പൊ ഞങ്ങൾ ഒരുപാട് കള്ളു പുള്ളി ഓർഡർ കൊടുത്തു. അതും ഒഴിച്ചുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ഷാപ്പിന്റെ പതി കയറിയല്ലേ ബെഞ്ചിരുന്ന് പതി നമുക്കൊരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ കാരണവന്മാർ ചേർത്ത് താളത്തിലടിച്ച് ഒരു പാട്ട് പാടുകയാണ്. ആ പാട്ട് ഇതാണ്: എല്ലാവരും പങ്കുവെച്ചും പരസ്നേഹത്തിൽ ജീവിച്ചാൽ എത്ര മനോഹരം ഈ ലോകം, സമത്വ സുന്ദരം ഈ ലോകം, ഇവിടം പറുദീസ ഇത് നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ആദ്യകാല കരിസ്മാറ്റിക് ധ്യാനങ്ങളുടെ ഇടയിൽ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണല്ലോ. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ എന്താ തോന്നുന്നത്? ഈ പാട്ട് കേട്ടപ്പം ഞാനിപ്പോ ഇരുന്നപ്പോൾ ഇത് എന്നെ വല്ലാതെ സ്പർശിക്കുക. ഇവര് ഈ പാടുന്നത് എനിക്ക് വേണ്ടിയാണ് തോന്നുന്നുണ്ടാകുന്നത്. നമ്മള് കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുന്നത്. കള്ളു കുടിച്ചോണ്ട് ഞങ്ങളിപ്പോ ഈ ഇരിക്കുമ്പോ എന്റെ വീട് ഒഴിച്ചു വെച്ചപ്പോൾ ഈ പാട്ട് തുടങ്ങി. ഇവര് ഒരു 5-6 പേര് രസിച്ച് ആനന്ദിച്ച് പാടുന്നത് ഈ പാട്ടിൽ എന്തോ ഒരു മാസ്മരികത. അപ്പം ഞാൻ അവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പാട്ട് കേട്ടപ്പോ ഇവർ ഈ ഡെസ്കയിൽ അടിച്ചിട്ട് അവരും വല്ലാതെ എൻജോയ് ചെയ്യുകയാണ്. അഭിഷേകത്തോടെ ഒരു ചേട്ടൻ ലീഡ് ചെയ്യുന്നു, വേറെ ചേട്ടൻ മൂടുന്നു, വേറെ ഡെസ്കയിൽ അടിക്കുന്നു. അപ്പൊ അത് എന്നെ വല്ലാതെ ഈ പാട്ടിനകത്ത് എന്തോ അതിനകത്ത് ഈ ഭജനമൊന്നുമില്ല, ഒരു പക്ഷെ സ്നേഹത്തിന്റെ ഒരു പാട്ടാണ്. അത് കേട്ടപ്പോ ഈ പാട്ട് എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ തോന്നുന്നുണ്ടായി. അങ്ങനെ അന്വേഷിച്ചപ്പം എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോള് ജൂലിയോട് ചോദിച്ചപ്പോ അവള് കാരിസ്ബരി പോകുന്ന അവള് പറഞ്ഞു മഞ്ഞാക്കലച്ചൻ പാടുന്ന പാട്ടാണ് ജെയിംസ് മഞ്ഞാക്കലച്ചൻ. അപ്പൊ എഴുതിയാൽ അത് അവർക്ക് അറിയത്തില്ല. അപ്പൊ ഈ പുസ്തകം എഴുതിയപ്പോഴത്തേക്കിനും ഞാൻ വീണ്ടും ഈ മഞ്ഞാക്കലച്ചൻ നമ്പർ, അന്ന് അച്ഛൻ ജർമ്മനിയില്ല, ഞാൻ നമ്പർ വാങ്ങിച്ചു പിടിച്ച് അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു തന്നു, മോനെ ഞാനിങ്ങനെ എല്ലാവരും ഒരുപോലെയാണ് ഈശോ സ്നേഹിക്കുന്നത്, ജാതി മത വ്യത്യാസം ഇല്ലാതെ. അപ്പൊ അതുകൊണ്ട് ആ പാട്ടിന്റെ വരികളെല്ലാം ഭയങ്കര രസമാണ്. ആ പാട്ട് കേട്ട മനുഷ്യനാണോ ആ പാട്ട് കേട്ടാൽ തീർച്ചയായിട്ടും അവർ ധ്യാനിക്കും. ഇപ്പോഴും ഞാൻ ആ പാട്ട് പാടി. ഇപ്പൊ അടുത്ത ദിവസം ഈ പുസ്തകം വായിച്ച ഒരു അഡ്വക്കേറ്റ്, ഒരുപാട് വലിയ ഒരു നേതാവും കൂടിയാണ്, എന്നോട് പറഞ്ഞു പാട്ടൊന്ന് പാടി അയക്കണം. ഞാൻ അയച്ചില്ല, കാരണം ഞാനും വൈകോട് ഒരുമിച്ചിരുന്ന് സമയം കിട്ടിയിട്ടില്ല. അത് മനോഹരമാണ് ആ പാട്ട്. ഇപ്പൊ മുമ്പിൽ കൈ നീട്ടി, അതായത് എനിക്കൊന്നുമില്ല, എനിക്ക് നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് ചോദിക്കാണ്, മുമ്പിൽ കൈകൾ നീട്ടി നിൽക്കും മനുഷ്യനേക്കാൾ വലിയ നിധി എന്തിനിവിടെ തേടിടണം സമ്പത്തിൽ. മുമ്പിൽ കൈ നീട്ടി ഒന്നുമില്ലെന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ അവന് നിധിയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയ ദൈവീകതയാണ് ആ പാട്ടിൽ കണ്ടത്. പിന്നെ ഈ സ്വത്തും ധനവും ഒക്കെ കൂട്ടിക്കിട്ട് ഒരു കാര്യമില്ല. അച്ഛൻ്റെ ആ എഴുത്താണ്, സ്വത്തും ധനവും കെട്ടി പൂട്ടി സൂക്ഷിക്കുന്നവനും അസ്തമിക്കും ജീവിതം ഒരു നാൾ കൈവെടിയണം അവയെല്ലാം. ഈ വരികള് എന്നെ ആ ഷാപ്പിന്റെ ഉള്ളിലിരുന്ന് എന്നെ കൊളുത്തി വലിക്കുക. അതായത് നമുക്കുള്ളതെല്ലാം പങ്കുവെക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഈ സ്നേഹത്തിന്റെ ഒരു പ്രദർശനം ഉണ്ടാകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ ഒത്തിരി സ്വാധീനിച്ചു. ആ പാട്ട് തേടി പോയ പോക്കാണ് ഈ മഞ്ഞാക്കലച്ചൻ. എനിക്ക് അച്ഛനെനിക്ക് പരിചയം, ഈ പുസ്തകം എഴുതി
ഒരു കോപ്പി കൊടുത്ത് വിളിക്കുന്നവരെ അച്ഛനിക്ക് പരിചയമില്ല. ഞങ്ങൾ ഈ പറഞ്ഞ ഒരു ധ്യാനഗുരുക്കന്മാർ അങ്ങനെയൊന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ കാണാതെ ആരും എത്ര വലിയ ആളുകളാണെങ്കിലും ഞങ്ങൾ കാണാറുമില്ല, കണ്ടിട്ടുമില്ല. അങ്ങനത്തെ ഒരു ശൈലിയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അച്ഛന്റെ ഇന്നലെ എനിക്ക് അച്ഛന്റെ ഇംഗ്ലീഷ് ബുക്ക്, ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും ഇറങ്ങി. തമിഴ് അടുത്ത മാസം ലോഞ്ച്. ഈ പുസ്തകത്തിന്റെ പല ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്തു. ഇറ്റാലിയൻ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഇംഗ്ലീഷ് തീർന്നു. അടുത്ത മാസം ഇംഗ്ലീഷും ഹിന്ദിയും തമിഴ് ഒരേപോലെ ലോഞ്ച് ചെയ്യാണ്. തമിഴ്നാട്ടിൽ ഒരു വലിയ പ്രാസംഗിയാണ് അതിനകത്ത് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ പുസ്തകം. അപ്പൊ അങ്ങനെ ഈ ഒരു ഷാപ്പിലൂടെയുള്ള, അപ്പം പിന്നീട് ഞങ്ങളുടെ സുവിശേഷ വേലയിൽ കള്ളിഷാപ്പ് ഒരുപാട് സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ പോകുന്ന മുഴുവൻ ഗുണ്ടകളെ തപ്പിയാണ്. ഗുണ്ടകളെ, കള്ളുകുടിയന്മാരെ, ഈ തെമ്മാടികളെന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ആളുകളെ ഞങ്ങൾ തേടി പോകുന്നത്. കാരണം സഭയിലെ ഈ ഒരു ശുശ്രൂഷയ്ക്കാണ് ഞങ്ങൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഷാപ്പിൽ ഒരുപാട് സ്ഥലത്ത് ഷാപ്പി കുടിച്ചോണ്ടിരിക്കുന്ന ആളുകളെ ധ്യാനത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. അവര് പിന്നെ ഈ കുറ്റവാളികളായ ആളുകളെ അവർ സമ്മേളിക്കുന്നത് ഷാപ്പില്ല. കൂടിയ കുറ്റവാളികൾ ബാറിൽ പോകും, അല്ലാത്തൊരു ഷാപ്പ്. ഒത്തിരി ബാറുകളിൽ നിന്ന് ഞാൻ ധ്യാനത്തിന് 10-ാം തീയതി ആകുമ്പോൾ ഈ വെച്ചുകെട്ടച്ചൻ പറയും ആളെ കൂട്ടണമെന്ന്. അപ്പൊ ഞങ്ങൾ ജീപ്പ് പിടിച്ചു ഈ 10-15 പേരെ അമ്പലക്കാട് ധ്യാനിപ്പിക്കാൻ കൊണ്ടുവരുന്നത്. അതെല്ലാം കൊടും കുറ്റവാളികളാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നമ്മളെ ഭയമാകുകയാണ്. അതാണ് ഞങ്ങൾ കണ്ട വേറെ സത്യം. കാരണം ഞങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ ഇപ്പൊ, ഞങ്ങളുടെ മക്കളും ഉണ്ട്. ഇപ്പൊ അടുത്ത പുസ്തകത്തിൽ 2-ാം പുസ്തകം ഇറങ്ങുന്നു അടുത്ത മാസം. അതിന്റെ പേര് ചാരം മൂടിയ കനകളിൽ നിന്നാണ്. മറ്റേ 50 സംഭവം. ഇത് അതിനകത്ത് ഒരു 3-ാമത്തെ അധ്യായം കിടക്കുന്നത് ഇല്ലത്തെ തമ്പുരാട്ടിയും വെള്ളം കിട്ടിയ കള്ളനും ആ കഥയുടെ പേര്. അതൊരു കുറ്റവാളിക്ക് വെള്ളം, അവൻ കോളനി വന്ന് താമസിച്ചിട്ട് അവന് വെള്ളം കൊടുക്കുന്നില്ല. അപ്പൊ ഞാനും നിമ്മിയും കൂടെ ഈ തമ്പുരാട്ടിയുടെ മുറ്റത്തെ ലാസ്റ്റ് വണ്ടി ഓട്ടോ നിൽക്കുന്നത്, പിന്നെ ക്രോസ് ചെയ്ത് വേണേ കോളനി പോകാൻ. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് നിമ്മിയോട് ചോദിച്ചു അവിടെ പോകും. നിമ്മിയോട് ഞങ്ങൾ ഇന്നയാളെ കാണാൻ പോവാന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോഴത്തെ അവർ പറഞ്ഞു ഈ തമ്പുരാട്ടിയായ വെള്ളം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അവർക്ക് ഇവൻ കള്ളനായതുകൊണ്ടും വലിയ റൗഡിയും കൂടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ തമ്പുരാട്ടിയോട് നിമ്മി സംസാരിച്ചു. അപ്പൊ നിമ്മി തമ്പുരാട്ടിയോട് പറഞ്ഞു ഞങ്ങൾ കത്തോലിക്ക സഭയിലെ ഇത് KCBസിയുടെ കീഴിലുള്ള ജയിലിൽ പോകുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പെട്ടവരാ. അപ്പൊ ഇവരൊക്കെ നല്ല മനുഷ്യരാണ്, ഇവിടെ സാഹചര്യം കൂടി ഇങ്ങനെയൊക്കെ പോകുന്ന ഇവിടെ ഈ തമ്പുരാട്ടിയോടും തമ്പുരാനോടും ഒക്കെ നിമ്മി പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവര് ദൂരെ നിന്നാ വെള്ളം ചുമന്നിട്ട് വരുന്ന തമ്പുരാട്ടി, ബുദ്ധിമുട്ടില്ലെങ്കിൽ അവൻ കുടിച്ച് വെള്ളം കൊടുത്ത ഉപകാരമാണ്. അവര് വേറെ ഒരു സാധുക്കളാ, അവരുടെ ജീവിത സാഹചര്യം കൊണ്ടാ ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിലൊക്കെ പോകേണ്ട വന്നത്. ഞങ്ങളിപ്പോ അവരുടെ വീട്ടിൽ പോയിട്ട് വന്നതാ എന്നെല്ലാം പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പോകുന്നതും വരുന്നതൊക്കെ, ഇവിടെ പോകുന്നതും വരുന്നതും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അവര് വെള്ളം കൊടുക്കാനൊക്കെ തുടങ്ങി. അവരെ വീട്ടില് ജോലിക്ക് വിളിക്കാൻ തുടങ്ങി ആ പുള്ളിക്കാരത്തിനെ. ഈ അടുത്ത പുസ്തകത്തിൽ 3-ാമത്തെ കഥയാണ് ഇല്ലത്തെ തമ്പുരാട്ടിയും വെള്ളം കിട്ടി കളഞ്ഞു. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പൊന്നുതമ്പുരാൻ ചെയ്ത, ഈശോ തമ്പുരാൻ ചെയ്ത കാര്യങ്ങൾ ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ആണ് ഈ പുസ്തകം. ഇത് റിയൽ സ്റ്റോറി അല്ലാതെ സാങ്കല്പികമായിട്ട് ഒന്നുമില്ല. അതാണ് ഈ ശരിക്കും അതിനകത്ത് എനിക്ക് ഒത്തിരി രസകരമായി തോന്നി, അല്ലെങ്കിൽ എന്നെ സ്വാധീനിച്ചൊരു കാര്യം, നിങ്ങൾ ഈ ചില കള്ളുകുടിയന്മാരെയൊക്കെ അവരോട് സുവിശേഷം പറയണമെന്ന് ഒരു പ്രചോദനം കിട്ടിയാൽ അവരെ കൊണ്ട് പോകുന്നത് കള്ളുഷാപ്പിലോട്ടാണ് ആദ്യമേ പോകുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നല്ല ഭക്ഷണം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഹോട്ടലിൽ ചെന്ന് ഏറ്റവും നല്ല ഭക്ഷണം ഓർഡർ ചെയ്ത് അവരുടെ ഒപ്പം ഇരുന്നത് കഴിച്ച്, അപ്പൊ ശരിക്കും നമ്മൾ അവരിൽ ഒരാളായിട്ട് മാറുകയാണ്, അവരോട് താതാത്മ്യപ്പെടുകയാണ്. വാസ്തവത്തിൽ സുവിശേഷം പ്രസംഗിക്കേണ്ടത് അങ്ങനെയാ. ഈശോ ചെയ്തത് അത് തന്നെയാണല്ലോ. കൊള്ളുകാലത്തവരെന്ന് സമൂഹം വിധി എഴുതിയവര്, പരീക്ഷന്മാര് മാറ്റി നിർത്തിയവര്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ വീടുകളിലേക്ക് ഈശോ കയറി ചെല്ലുകയാണ്. അപ്പൊ ഈശോയെ കുറിച്ചുള്ള ഒരു പരാതി തന്നെ അത് തന്നെയായിരുന്നല്ലോ. ഇവൻ ചുങ്കക്കാരുടെയും പാപികളുടെ ഒക്കെ വീടുകളിൽ പോകുന്നു. നമുക്കിപ്പോ ചായ വേണ്ട അല്ലെ കാപ്പി വേണ്ടെങ്കിൽ പോലും വേണോന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചെന്ന് വാങ്ങിച്ചു കുടിക്കുക. അവർ അടുക്കള കയറി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക. അവര് തരുന്ന ഭക്ഷണം സന്തോഷത്തോടെ കഴിക്കുക. അതൊക്കെ അവരെ മാറ്റിമറിക്കുന്നത് സത്യത്തിൽ. കുറ്റിന്ന് വരുന്ന ആള് പറയത്തില്ലേ, അത് കയറ്റി ഇരിച്ചു വരണമെങ്കിൽ ജയിലിൽ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും. അപ്പൊ നിമ്മി പറയും ചേട്ടൻ നേരെ അങ്ങ് പൊക്കളം പറയും. ആ അടുക്കളയിൽ ഇരിക്കുന്ന ആ പാത്രം കണ്ടോ ചേട്ടൻ മുക്കി കുടിച്ചോളാൻ പറയും. അവൻ വെള്ളം കുടി തിരിച്ചു വരുമ്പോ മായും വലിയ വെള്ളം അവന്റെ കണ്ണി കൂടി ചാടുക. ഒരു കുടുംബത്തിൽ കയറ്റി ഇരുത്തിയിട്ട് ഞങ്ങൾ വെള്ളം എടുത്ത് കൊടുത്താൽ സാധാരണ ഈ ജയിലിൽ നിന്ന് വരുന്ന ക്രിമിനലുകളെ ആരും വീട്ടിൽ പോയിട്ട് മുറ്റത്ത് കയറ്റുവല്ല. അവർക്കറിയിക്കും വരുന്ന കുറ്റവാളികൾക്ക് ഞങ്ങളെ അറിയാം. ഞങ്ങളിപ്പോ 9 വർഷമായിട്ട് ജയിലിൽ സ്ഥിരം പോകുന്നവരല്ലേ. അപ്പൊ അയൽവക്കത്തുള്ള ആൾക്കാർ പോലും പറയും ഇവിടെ എന്തെങ്കിലും ഒരു മോഷണം നടന്നാൽ പോലും നിങ്ങളെ ഇതിന് പ്രശ്നക്കാരെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലോട്ട് ക്ഷണിക്കുകയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് സഹകരിക്കുകയും ചെയ്തിട്ട് ആ പ്രദേശത്തൊരു മോഷണം നടന്നാൽ പോലും നിങ്ങൾക്ക് കുഴപ്പം വരാൻ പോകുന്നതെന്ന് പറയുമായിരുന്നു ഞങ്ങളോട് അയൽവാസികളൊക്കെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ലൈഫില്? അങ്ങനെ ഒരിക്കലും ലൈഫ് അടിക്കാന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വിചാരണ തടവരാണല്ലോ സബ് ജയിലിൽ കഴിയുന്നത്. അത് വിചാരണ, അവർ കുറ്റവാളികളല്ല. ഒരു കുറ്റവാളിയാകുന്നത് ബഹുമാനപ്പെട്ട കോടതി അവർക്കെതിരെ ഒരു വിധി കൽപ്പിക്കും. വിധി കൽപ്പിക്കുമ്പോൾ അവർ സെൻട്രൽ ജയിലിലാണ് സൂക്ഷിക്കുന്നത്. ലോങ് ലൈഫ് അടിക്കുക, അതിന് ലൈഫ് അടിക്കാന്ന് കോഡ് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു തടവുകാരൻ പോയപ്പോ ഗാർഡ് വന്ന് പോലീസുകാർഡ് പറഞ്ഞു
ഞങ്ങളെ ജയിലിൽ വന്ന് കാണുന്ന ഒരു കുടുംബമുണ്ട്. അവര് നാമ്പടം പാലത്തിന്റെ അക്കരെ താമസിക്കുന്ന നല്ല മനുഷ്യരാ, അവര് ക്രിസ്ത്യാനികളാ. എനിക്ക് അവരൊന്ന് കണ്ട് യാത്ര പറഞ്ഞാൽ കൊള്ളാം എന്നാണ് പറഞ്ഞു. അപ്പം ഇവര് പറഞ്ഞു ഓട്ടോ വിളിക്കാം. ഓട്ടോ വിളിച്ചാൽ അവർ പൈസ കൊടുത്തു പറഞ്ഞു. അങ്ങനെ ഒരു ഓട്ടോയെ വിളിച്ച് ഈ വിലം കിട്ടുന്നുണ്ട്. ഒരിക്കലും ഒരു തടവുകാരെയാണ് വീട്ടിൽ കൊടുക്കുന്നത്. അപ്പൊ ബെല്ലടിച്ച് അകത്തോട്ട് കയറ്റി ഇരുത്തുകാരെന്ന് പറഞ്ഞു പോലീസുകാര് അകത്തോട്ട്. കാരണം ഇവര് ഈ പോലീസുകാരുടെ റിസ്ക് ആണ്. അപ്പം രക്ഷപ്പെട്ടു പോകാനും ജോലി പോകും. പക്ഷെ അവര് നല്ല മനുഷ്യരായിട്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ കാണാൻ വന്നത്. അപ്പൊ അടുത്ത് വന്നു കഴിഞ്ഞുകൊണ്ട് എന്നെ ഈ ബലം കിട്ടുകൊണ്ട് കൈ കൂപ്പി, ഇത്ര ലൈഫ് അടിച്ച് പോവുക, അപ്പം നിങ്ങളോടൊന്ന് പറയാനും എനിക്ക് എന്നെ അന്വേഷിക്കണം എന്നൊക്കെ പറയാനാ. അപ്പം 5 അടി ഒരു പോലീസുകാരൻ ലെഫ്റ്റിലോട്ട്, ഒരു പോലീസുകാരൻ 5 അടി റൈറ്റിലോട്ട് മാറി നിന്ന് ചിരിച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞിരുന്നു ഞങ്ങൾ എങ്ങനെയാണ്. അപ്പൊ ഞാൻ ആദ്യം പോലീസുകാർക്ക് നന്ദി പറയും. സാറേ വലിയ ഉപകാരം കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ആഗ്രഹം നിങ്ങൾ ഒക്കെടുത്ത് അയച്ചല്ലോ. അത് കഴിഞ്ഞ് ആ മനുഷ്യന്റെ വിലം കിട്ട കയ്യെ പിടിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൂടെ ഈശോ ഉണ്ട്, ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു കൂടെ. ഇതൊരു ഉറപ്പാണ്, നമ്മുടെ ഈശോയുണ്ട് ഞങ്ങളൂടെ ഉണ്ടെന്ന് പറയണം. അതാണ് യഥാർത്ഥ സുവിശേഷം ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. പിന്നെ ബൈബിളിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ വന്ന നീതിമാന്മാരെ തേടിയല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. ഇവിടെ ഒറ്റ വാക്ക്, ഈശോയുടെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. നമുക്ക് എങ്ങനെ ഒരാളെ പാപിയായിട്ട് കാണാൻ പറ്റും? അല്ലെ ഒരാളെ എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ഈ തിരുവചനത്തിന്റെ ശക്തിയാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ശുശ്രൂഷയ്ക്ക് മുഴുവൻ. ഓരോന്നും വചനത്തിന്റെ അടിസ്ഥാനം. യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്ന ഒരുവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതന് നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് ഒരുവൻ പോലും നശിച്ചു പോകരുതെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ശരിക്കും നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയില് ഇവിടെ നിങ്ങൾ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അങ്ങനെയുള്ള വേർതിരിവുകളൊന്നും ഇല്ലാതെ മനുഷ്യരെന്നുള്ള സങ്കല്പം, ദൈവമക്കൾ എന്നുള്ള സങ്കല്പത്തിൽ അങ്ങനെ നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ അനുഭവങ്ങളുടെ ഒരു തുടർച്ച തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ വളരെ താല്പര്യത്തോടെ ഇത് കേൾക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നിങ്ങൾ ഇതൊരു സങ്കല്പ കഥകളൊന്നുമല്ല, ഇത് റിയൽ ലൈഫാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനേകരെ വീണ്ടെടുക്കാൻ വേണ്ടി അവരിൽ ഒരാളായിട്ട് മാറിക്കൊണ്ട്, പ്രത്യേകിച്ച് ഞങ്ങൾ കുടുംബമായിട്ട്. അപ്പോൾ ഇത്തരം അനുഭവങ്ങളുടെ ഒരു തുടർച്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. വളരെ രസകരമായ ജീവിതാനുഭവങ്ങൾ, സമൂഹം വെറുത്ത് മാറ്റി നിർത്തിയവര്, കൊള്ളുകലാത്തവര്, പാവികള്, ചുങ്കക്കാര്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ കർത്താവ് ചെയ്ത അതേ ശുശ്രൂഷ ഈ കാലയളവിലും ചെയ്യുന്ന ഈ ദമ്പതികള് അവരുടെ അനുഭവങ്ങളുടെ തുടർച്ചയുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. അതുവരെ കർത്താവ് തന്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ.